ഹലോ, വീട് വെച്ചുകൊണ്ടിരിക്കുന്നവരും അല്ലെങ്കിൽ വീട് വെക്കാൻ പോകുന്നവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഐക്യ. ഐക്യ ഓർ ഇക്കിയ, ഇറ്റ്സ് സ്റ്റിൽ എ ഡിബേറ്റബിൾ ടോപ്പിക്, റൈറ്റ്? ഇക്കിയ ആണ് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്നാണ് നമ്മുടെ ഗൂഗിൾ ചേച്ചി പറയുന്നത്. ബട്ട് ഫോർ അവർ കൺവീനിയൻസ് നമുക്ക് എന്തായാലും ഐക്യ എന്ന് തന്നെ പറയാം. കാരണം അങ്ങനെ പറഞ്ഞ ശീലമായി പോയെന്നേ. ഐക്യ ഇസ് നോട്ട് ജസ്റ്റ് എൻ ഇന്റർനാഷണൽ ഫേർണിച്ചർ ബ്രാൻഡ്, ഇറ്റ്സ് എ മാജിക്കൽ വേൾഡ്. നമ്മൾ ദിവസത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഐക്യ കാണാൻ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ നടന്ന് ഓരോ കാര്യങ്ങളും നോക്കി നടക്കുകയായിരുന്നു കേട്ടോ. ഇൻ ബിറ്റ്വീൻ നമ്മുടെ ആദ്യക്കൂട്ടിനെ ചെറുതായിട്ടൊന്ന് കാണാണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും അവനെ കണ്ടുകിട്ടി. അമ്മയ്ക്ക് ഇത് ഈ പൂക്കളും ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അടുത്തായി നമ്മൾ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ഏരിയയിലേക്കാണ് കേട്ടോ. അതായത് ബെഡ്റൂമും വാഷ് ഏരിയയും കിച്ചണും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക്. ഇനിയിപ്പം നടന്ന് ക്ഷീണിച്ചാൽ ഫുഡ് കഴിക്കാൻ വളരെ വലിയൊരു ഫുഡ് കോർട്ടും അവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു കിഡ്സ് ബെഡ്റൂമൊക്കെ നോക്കിക്കേ, എന്ത് രസമായിട്ട് ആ സ്റ്റഡി ഏരിയയും ബെഡും എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എനിക്കതൊക്കെ നടന്ന് കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്ക് നാട്ടിലതേ വീട് പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒത്തിരി ഐഡിയാസും റെഫറൻസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഐക്യ വെറുതെ സാധനങ്ങൾ മേടിക്കാൻ മാത്രമല്ല കേട്ടോ, ഇതൊക്കെ കാണാനും കണ്ടിങ്ങനെ നടക്കാനും നല്ല രസമാണ്. ഇത്രയും നല്ല കണ്ണാടിക്കുള്ളപ്പോൾ എങ്ങനെയാലേ ഒരു സെൽഫി ഒക്കെ എടുക്കാണ്ടിരിക്കുക. ഈ ഒരു ഡൈനിങ് ഏരിയ നോക്കിക്കേ, എന്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ എക്യുപ്മെൻറ്റ്സും എല്ലാം നമുക്കിത് ഫേർണിച്ചറും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റൂട്ടെ. പലതരത്തിലുള്ള ഡൈനിങ് ടേബിളുകൾ, ചെയറുകൾ, പിന്നെ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത്. ശരിക്കും ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച ആൾക്കാരെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. അവിടെ നിന്ന് എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കണ്ട് നടന്ന് ക്ഷീണിച്ച് നമ്മൾ ഒരു ഐസ്ക്രീമും ഷവർമയൊക്കെ കഴിക്കാൻ വേണ്ടി താഴോട്ട് പോയി. ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ 1 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഐക്യയിലെ പ്ലേ ഏരിയയിലാക്കാം കേട്ടോ. അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇതിന് തിരിച്ചു പോവാണ്. നേരത്തെ പറഞ്ഞ പോലെ അന്ന് അവിടെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കുട്ടികളുടെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളങ്ങനെ നേരെ ഐക്യയിൽ നിന്ന് ഇറങ്ങി. അച്ഛനും അമ്മയും ഐക്യം കാണിക്കുന്നത് നമ്മുടെ പ്രധാന ഉദ്ദേശം. അതെന്തായാലും നടന്നു. അന്നാണെങ്കിൽ അത്യാവശ്യം നല്ല വെതറൊക്കെയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഐക്യയുടെ അടിപൊളിയായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.